ലോകത്തെ നടുക്കിയ സുനാമി ദുരന്തത്തിന് 21 വയസ്സ്. കേരള തീരത്തെ തകർത്തെറിഞ്ഞ സുനാമിയിൽ ആലപ്പാടിന് മാത്രം നഷ്ടമായത് 142 ജീവനുകളാണ്. ആലപ്പാടിനായി 122 കോടിയുടെ പദ്ധതി നിയമസഭയിൽ പ്രഖ്യാപിച്ചിട്ട് 5 വർഷങ്ങളായി. ഇത് ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുന്നു. പ്രഖ്യാപനങ്ങളിൽ പലതും വാഗ്ദാനങ്ങളിൽ ഒതുങ്ങിയപ്പോൾ തീരദേശ ജനതയ്ക്ക് ബാക്കിയായത് ഓർമ്മകൾ മാത്രം. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണിന് കാണാൻ കഴിയുന്നതിനും അപ്പുറം വെച്ച് വെള്ളിത്തിരയിൽ കാണുന്നത് പോലെ ഒരു അവസ്ഥ, അത് എന്തുവാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അടുത്ത് വന്നപ്പോഴാണ് തിരമാലയാണ് പൊങ്ങി വരുന്നത്. ഓടിക്കോ എന്ന് പറഞ്ഞ് കിഴക്കോട്ട് ഓടുമ്പോൾ 2004 ഡിസംബർ 26 ആലപ്പാടിനെ ഒന്നുമല്ലാതാക്കി സുനാമി താണ്ഡവമാടിയ ദിവസം. ഇന്നും ആ ഓർമ്മകളിൽ നിന്ന് നാട് മോചിതമായിട്ടില്ല. ഇന്തോനേഷ്യയിലെ സുമാത്ര കടലിൽ ഭൂകമ്പത്തെ തുടർന്നുണ്ടായ തിരമാലകളാണ് ആലപ്പാട് തീരത്തെയും കവർന്നെടുത്തത്. അഴീക്കൽ, സ്രായിക്കാട്, പറയകടവ് ഭാഗങ്ങളിലാണ് നാശനഷ്ടങ്ങൾ ഏറെയുണ്ടായത്. അഴീക്കൽ ജയന്തി കോളനിയെ തിരമാലകൾ ഇല്ലാതാക്കി. സ്ത്രീകളും കുട്ടികളുമാണ് മരിച്ചവരിൽ ഭൂരിഭാഗവും. ആഞ്ഞടിച്ച തിരമാലകൾക്കൊപ്പമെത്തിയ ചെളിക്കും മണ്ണിനും അടിയിൽപ്പെട്ടും തകർന്ന വീടുകൾക്കടിയിൽപ്പെട്ടുമാണ് പലർക്കും ജീവൻ നഷ്ടമായത്. ആയിരക്കണക്കിന് വീടുകളും കടകളും തിരമാലകൾ ഇല്ലാതാക്കി. 26 രാവിലെ 11 മണിക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഇങ്ങനെ കണ്ടത്, വെള്ളം തേച്ച് വരുന്നത് പോലുള്ള കാര്യങ്ങൾ കണ്ടു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ വെള്ളം കയറിയപ്പോഴത്തേക്ക് ടി വിയുടെ മുമ്പിൽ വന്ന് കാര്യങ്ങൾ നോക്കുമ്പോൾ ചെന്നൈയിൽ മറീന ബീച്ചിൽ ഇതുപോലെ വെള്ളം കയറി ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നും ഒരുപാട് ആളുകൾ ഒഴുകിപ്പോയെന്നും ഉള്ള കാര്യങ്ങൾ കേട്ടു. അപ്പോൾ കാര്യങ്ങൾ വീട്ടിൽ പെണ്ണുങ്ങളും ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് ഇവിടെ വരുമോ? ഞാൻ പറഞ്ഞു അത് അറിഞ്ഞുകൂടാ. ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വീട് ഇതിൻ്റെ ഈ കാണുന്ന വീടിൻ്റെ തൊട്ട് കിഴക്കഷ്ടം അതിലേ കൂടി വെള്ളം എൻ്റെ കാലിൻ്റെ മുട്ട് വരെയുള്ള പൊക്കത്തിൽ വെള്ളം കയറി ഒഴുകുന്ന ഒരു പ്രതീതി ഉണ്ടായി. അപ്പോൾ ഒരു പരിഭ്രാന്തിയായി ആളുകൾ ഈ നിലവാരത്തിൽ പടിഞ്ഞാറോട്ട് വന്നു. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണിന് കാണാൻ കഴിയുന്നതിനും അപ്പുറം വെച്ച് വെള്ളിത്തിരയിൽ കാണുന്നത് പോലെ ഒരു അവസ്ഥ, അത് എന്തുവാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അടുത്ത് വന്നപ്പോഴാണ് തിരമാലയാണ് പൊങ്ങി വരുന്നത്. ഓടിക്കോ എന്ന് പറഞ്ഞ് കിഴക്കോട്ട് ഓടുമ്പോൾ ബാക്കിലെ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഓടിപ്പോകുന്ന കൂട്ടത്തിൽ നമ്മുടെ ഓട്ടത്തിൻ്റെ വേദനയല്ല, അതിൻ്റെ തൊട്ട് പിന്നിൽ വെള്ളം ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മുകളിലൂടെ വെള്ളം മുന്നോട്ട് കിഴക്കോട്ട് വരുന്നതാണ് കാണുന്നത്. ആ കൂട്ടത്തിൽ ഞാൻ ഒഴുകിപ്പോയി. വർഷങ്ങളേറെ പിന്നിട്ടിട്ടും ദുരന്തം വിതച്ച വേദനകളിൽ നിന്നും പല കുടുംബാംഗങ്ങളും കരകയറിയിട്ടില്ല. സുനാമി ദുരന്തത്തിൽ 142 പേരുടെ ജീവനാണ് നഷ്ടമായത്. 3500 കുടുംബങ്ങൾ ഭവനരഹിതരായി. അഴീക്കൽ 4-ാം വാർഡിൽ തന്നെ, അതായത് ഈ പ്രദേശത്താണ് സുനാമി ഏറ്റവും കൂടുതൽ സംഹാര താണ്ഡവമാണ്. അഴീക്കൽ 4-ാം വാർഡിൽ തന്നെ 90 ജനങ്ങളാണ് ഞങ്ങളുടെ സഹോദരൻ, അമ്മമാരായാലും കുട്ടികളായാലും അപ്പൂപ്പന്മാരായാലും എല്ലാവരും ഉൾപ്പെടെ 90 ജനങ്ങളാണ് ഇവിടെ മരണപ്പെട്ടത്. ആ നിമിഷം എന്ന് പറയുന്നത്, ഞാൻ സുനാമിയിൽ അകപ്പെട്ട ഒരു വ്യക്തിമാണ്. അത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദുരന്തമാണ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല. ആലപ്പാട് പഞ്ചായത്തിൽ 142 പേര് മരണപ്പെട്ടതിൽ ഈ അഴീക്കൽ പ്രദേശത്താണ് 4-ാം വാർഡിൽ 90 പേര് ഞങ്ങളുടെ സഹോദരങ്ങൾ. സകലതും നഷ്ടപ്പെട്ട പകച്ചുപോയ ജനതയെ പുനരധിവസിപ്പിക്കുന്നതിനും തീരം പുനർനിർമ്മിക്കുന്നതിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സന്നദ്ധ സംഘടനകളും കൈകോർത്തു. 1500 കോടിയിലധികം രൂപ ചെലവഴിച്ച സർക്കാരുകളും 500 കോടി രൂപ വിനിയോഗിച്ച് വിദേശ സ്വദേശ സന്നദ്ധ സംഘടനകളും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. തീരത്തുനിന്ന് കായലിന് കിഴക്കോ ഭാഗത്തേക്ക് എല്ലാവിധ സൗകര്യവുമുള്ള ടൗൺഷിപ്പുകൾ നിർമ്മിക്കുമെന്നായിരുന്നു തുടക്കത്തിൽ സർക്കാർ വാഗ്ദാനം ചെയ്തത്. എന്നാൽ ടൗൺഷിപ്പുകൾക്ക് പകരം വിവിധ സ്ഥലങ്ങളിൽ നഗരങ്ങൾ നിർമ്മിച്ചാണ് തീരജനതയെ മാറ്റിപ്പാർപ്പിച്ചത്. വീടുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പരിശോധനയും നടന്നില്ല. 5 വർഷം കഴിഞ്ഞതോടെ വീടുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു. അസൗകര്യങ്ങളുടെ നടുവിൽ കഴിയുന്നവർ 10 വർഷത്തിലേറെയായി നഗരങ്ങളുടെ നവീകരണത്തിനായി മുറവിളി കൂട്ടുന്നു. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് 22 കോടിയുടെ നവീകരണ പാക്കേജ് പ്രഖ്യാപിച്ചെങ്കിലും നടപ്പാക്കാനായില്ല. തുടർന്ന് വന്ന LDF സർക്കാർ നിയമസഭാ സമിതിയെ നിയോഗിച്ചും അല്ലാതെയും പഠനം നടത്തിയെങ്കിലും നടപടികൾ എങ്ങുമെത്തിയില്ല. തീരസംരക്ഷണത്തിന് ആദ്യ പരിഗണന നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നതും വേണ്ട വിധത്തിൽ നടപ്പായില്ല. കടലേറ്റത്തിൽ ഭൂമി നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ആലപ്പാട് തീരത്തിനായി 122 കോടിയുടെ പദ്ധതി നിയമസഭയിൽ പ്രഖ്യാപിച്ചിട്ട്
5 വർഷമായിട്ടും ചുവപ്പ് നാടിയിൽ കുരുങ്ങിക്കിടക്കുന്നു. മത്സ്യവിപണനം ലക്ഷ്യമിട്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് സ്രായിക്കാട്ട് നിർമ്മിച്ച കെട്ടിടങ്ങളും തകർച്ചയുടെ വക്കിലാണ്. പ്രഖ്യാപനങ്ങൾ പലതും വാഗ്ദാനങ്ങളിൽ ഒതുങ്ങുമ്പോൾ ഇന്നും തീരദേശ ജനതയ്ക്ക് ബാക്കിയാകുന്നത് അവരുടെ നനവുള്ള കണ്ണുകളിലെ ഓർമ്മകൾ മാത്രമാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.